ഓരോ മുഅ്മിനിൻ്റെയും മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത്. അതിനുള്ള ഏറ്റവും ചെറിയ ഒരു പോംവഴിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അതായത് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾക്കുള്ള ഒരു മാർഗമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് ഒരുപാട് പേര് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് നമ്മുടെയും അവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി സുഖവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, മഹത്തായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വന്ന് ദിവസങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ വീടുകൾ, ഓരോ സ്ഥാപനങ്ങളിലും ഓരോ സ്ഥലത്തും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളും അവിടുത്തെ മനാഖിബുകളും അവിടുത്തെ അപദാനങ്ങളും അവിടുത്തെ മഹത്വങ്ങളും വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രഭാഷണങ്ങളിലൂടെ, ക്ലാസ്സുകളിലൂടെ, മൗലിദുകളിലൂടെ, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബിനെ പറയുകയും അവിടത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ലോകം മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല ആ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുകയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ചെറുപ്പം മുതലേ റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ നബിദിനത്തിൻ്റെ തിരക്കുകളാണ്. എല്ലാവരും ഓർക്കുന്നുണ്ടാകും, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോൾ, നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചപ്പോൾ ആ സമയത്ത് നബിദിനമാകുന്നതിന് 1-2 മാസങ്ങൾക്ക് മുമ്പേ നമുക്ക് പ്രസംഗത്തിനുള്ള പരിശീലനം ഉസ്താദുമാർ തരുകയാണ്. നമ്മൾ പാട്ടുകൾ തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ ഖുർആൻ നല്ലതുപോലെ ഓതി നോക്കുകയാണ്. എന്തിനാ? നബിദിനത്തിന് മത്സരിക്കണം. ദഫുകൾ പഠിക്കുന്ന കുട്ടികൾ അല്ലേ, നമുക്ക് എത്ര ഹരമായിരുന്നു. നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ, നമ്മുടെ അയൽപക്കത്തുള്ള കുട്ടികളൊക്കെ ഒരുമിച്ച് ചേർന്ന് ഒരേ വസ്ത്രങ്ങൾ ധരിച്ച് നബിതങ്ങളുടെ മദ്ഹുകൾ പാടി ദഫുമുട്ടുകളൊക്കെ നടത്തുമ്പോൾ നമുക്ക് എത്രയോ വലിയ രസമായിരുന്നു, എത്രയോ വലിയ സന്തോഷമായിരുന്നു. അല്ലാഹു തആല ആ സന്തോഷങ്ങളെല്ലാം നമ്മുടെ ജീവിത അഖിലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനിത് പറഞ്ഞു വന്നത്, നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ. ഒരുപാട് പേര് മദീനയിൽ പോയിട്ടുണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആളുകൾ മദീനയിൽ പോവാത്തവരാണ്, പോവാൻ ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ മരണത്തിന് മുമ്പ് മദീന കാണാൻ, മക്കം കാണാൻ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ആ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ നമ്മളൊക്കെ ദ്വാരക്കുന്നുണ്ട്. നബിയെ ഒന്ന് കാണാൻ, അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒന്ന് കാണണം. എങ്ങനെ കാണണം? നമുക്ക് നേരിട്ട് മുത്തുനബിയെ കാണാനുള്ള അവസരമില്ല. ഇനിയുള്ളത് മുത്തുനബിയെ മനാമിൽ സ്വപ്നത്തിൽ കാണലാൻ. എങ്ങനെയാണ് നമ്മൾ സ്വപ്നത്തിൽ മുത്തുനബിയെ കാണുക? അതിന് ഉലമാക്കൾ പലവിധ പോംവഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാം. മാത്രമല്ല, ചില ഉലമാക്കൾ പറയുന്നു, സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്തുകൾ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഈ ആയത്തുകൾ സ്ഥിരമായി പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞ് ഉലമാക്കൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അതുപോലത്തെ ഒരു പോംവഴിയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾക്കുള്ള ഒരു പോംവഴിയാണ്, നിങ്ങൾക്കുള്ള ഒരു മാർഗമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട കാവ്യ സമാഹാരമാണ് ഖസീദത്തുൽ ബുർദ അല്ലേ? ഇമാം ബൂസൂരിയുടെ ബുർദ, ഇമാം ബൂസൂരിയുടെ ആ കാവ്യ സമാഹാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അമിൻ തദക്ക
കുറുജി റാമിൻ ബിദി സലമി എന്ന് തുടങ്ങുന്ന ആ കവിതാ സമാഹാരം എത്ര കേട്ടാലും മതിയാവാത്ത, എത്ര കേട്ടാലും ആ രസത്തിലും ആ ഒരു ഇമ്പത്തിലും അങ്ങനെ ഇഴുകിച്ചേർന്ന് പോകുന്ന ആ കാവ്യ സമാഹാരം. മഹാനായ ഇമാം ബൂസൂരി തങ്ങളെപ്പറ്റി പറയുന്നത്, മഹാനവറുകൾ ആ കവിതാ സമാഹാരം എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പക്ഷാഘാതം വന്ന് മഹാനവറുകൾ കിടപ്പിലായി പോകുന്നു എന്നാണ്. അങ്ങനെ ഒരുപാട് നാൾ ആ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കിടന്നുകൊണ്ട് മഹാനവറുകൾ ആ ബുർദയുടെ ഓരോ വരികളും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അവസാനം ബുർദയുടെ അവസാനത്തെ വരികൾ എഴുതാനാവാതെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായപ്പോൾ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിൽ മുത്തായ റസൂല് അവിടേക്ക് കടന്നു ചെന്നുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞുകൊടുത്ത വരികളും ബുർദയിലുണ്ട് എന്ന് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. എന്നിട്ടോ മഹാന്മാർ പറയുന്നു, മഹാനായ ബൂസൂരി ഇമാം ആ ബുർദ എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം ശിഫയായി എന്നാണ്. പക്ഷാഘാത രോഗം ശിഫയായി. അതുകൊണ്ട് ബുർദ ദാ എന്ന് പറഞ്ഞ്, അതായത് രോഗം ശിഫയായതുകൊണ്ട് ദാ എന്ന വാക്കും മഹാനവറുകൾ തൻ്റെ ഖസീദക്ക് പേരായിട്ട് നൽകി എന്ന് ഉലമാക്കൾ പറയുന്നു. ഖസീദത്തുൽ ബുർദ ദാ എന്നാണ് മഹാനവറുകൾ തൻ്റെ കാവ്യ സമാഹാരത്തിന് പേരിട്ടിരിക്കുന്നത്. ഈ കാവ്യ സമാഹാരത്തിന് ഒരുപാട് ഷറഹുകളുണ്ട്. അതിൽ ഏറ്റവും അറിയപ്പെട്ട ഒരു ഷറഹാണ് മഹാനായ ഇമാം ബാജൂരി തങ്ങൾ എഴുതിയ ഷറഹ്. അതിൽ ബുർദയുടെ ഓരോ വരികൾക്കുള്ള പ്രത്യേകതകൾ മഹാനായ ഇമാം ബാജൂരി തങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതിൽ ബുർദയുടെ തുടക്കത്തിലെ 1-2 വരികൾ, ഒരു 7-8 വരി ആകുമ്പോൾ അതിൽ കാണുവാൻ സാധിക്കും, നഅം സറാ ത്വയ്ഫുമൻ അഹ്വാ ഫഅർഖനി വൽ ഹുബ്ബു യഅ്തരിദുൽ ലദ്ദാതി ബിൽ അലമി. ഈ 2 വരി ഒന്നുകൂടി പാടാം. നഅം സറാ ത്വയ്ഫുമൻ അഹ്വാ ഫഅർഖനി വൽ ഹുബ്ബു യഅ്തരിദുൽ ലദ്ദാതി ബിൽ അലമി. ഈ 2 വരി ഒരു മനുഷ്യൻ അവൻ്റെ ഇശാഇൻ്റെ നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അവൻ പൂർണ്ണമായി വുളൂ എടുത്ത് ആയത്തുൽ കുർസി ഓതി, ആമന റസൂലു ഓതി, അതുപോലെ ഉറക്കത്തിൻ്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് അവൻ കിടക്കുന്ന സമയം ഈ 2 വരി അവനിങ്ങനെ പാടി 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 ആ പാട്ടിലായി അവനിങ്ങനെ ഉറങ്ങിപ്പോയാൽ ഇൻഷാ അല്ലാഹ് അവനിക്ക് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിൽ കാണുവാൻ സാധിക്കുമെന്ന് ഇമാം ബാജൂരി തങ്ങളെ എഴുതി വെക്കുകയാണ്. അപ്പോൾ ഇത് ചൊല്ലിയിട്ട് ഏതെങ്കിലും ഒരാൾ കണ്ടില്ലല്ലോ എന്ന് പരാതി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാണാനുള്ള ഒരു യോഗ്യത നമുക്ക് ആയി വരുന്നതേയുള്ളൂ. ഹറാമുകളൊക്കെ മാറ്റിവെച്ച് ഹലാലായ ഭക്ഷണം മാത്രം കഴിച്ച് അതുപോലെ സുന്നത്തുകൾ ഒരുപാടെടുത്ത് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഈ കാര്യവും കൂടി നമ്മൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാണുവാൻ സാധിക്കും. എന്താണ് ആ വരി ഒന്നുകൂടി പറയാം, നമുക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. അതിങ്ങനെ ഒരുപാട് വട്ടം ചൊല്ലുക, അതിങ്ങനെ ചൊല്ലി ചൊല്ലി നമുക്ക് കാണാതെ പഠിക്കുവാനാകും. നഅം സറാ ത്വയ്ഫുമൻ അഹ്വാ ഫഅർഖനി വൽ ഹുബ്ബു യഅ്തരിദുൽ ലദ്ദാതി ബിൽ അലമി. ഈ 2 വരി ഒന്നുകൂടി പാടാം. നഅം സറാ ത്വയ്ഫുമൻ അഹ്വാ ഫഅർഖനി വൽ ഹുബ്ബു യഅ്തരിദുൽ ലദ്ദാതി ബിൽ അലമി. അതിങ്ങനെ ചൊല്ലി ചൊല്ലി നമുക്ക് കാണാതെ പഠിക്കുവാനാകും. അതുകൊണ്ട് ഈ ഒരു കാര്യവും കൂടി നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാണാം. ഒരുപാട് സ്വലാത്ത് ചൊല്ലുക. മഹാന്മാർ പറഞ്ഞ ലഖദ് ജാഅക്കും എന്ന് പറഞ്ഞ സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്തുകൾ നിത്യമാക്കുക. ഇൻഷാ അല്ലാഹ് ഉദ്ദേശിച്ചാൽ നമുക്ക് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ കാണുവാൻ സാധിക്കും. അല്ലാഹു തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ഒരുപാട് കണ്ട് മുത്തുനബിയെ സ്നേഹിക്കാനും അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദരിമാർ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. പലവിധ രോഗങ്ങളെ കൊണ്ട്, മരുന്നില്ലാത്ത പേരില്ലാത്ത ഒരുപാട് രോഗം, തലയിൽ ബ്രെയിൻ ട്യൂമറായി ഓപ്പറേഷന് വേണ്ടി വിധേയനാകുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാത്റൂമിൽ തെന്നി വീണ് ഒരു സഹോദരിയുടെ കൈയൊടിഞ്ഞു, എത്രയും വേഗം ശിഫയാവാൻ ദുആ വസീയത്ത്. അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ വസീയത്ത് നടത്തിയിട്ടുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത, ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞ, ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ ഉപ്പമാർ, അല്ലാഹു
അള്ളാഹുവെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അള്ളാഹുവെ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സഹോദരിമാർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ജോലിയില്ലാത്തവർ, അതുപോലെ വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റണേ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. മുത്തുനബി ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീക്ക് നൽകണേ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.